വീണ വിജയൻ്റെ രഹസ്യ അക്കൗണ്ട് UAE ബാങ്കിലാണോ എന്നുള്ളതാണ് ഏറ്റവും സംശയകരമായി തോന്നുന്ന ഒരു കാര്യം. ഇതിന് സാഹചര്യമൊരുക്കുന്ന ഇല്ലെങ്കിൽ ലോജിക്കലായിട്ടുള്ള പല കാരണങ്ങളും ഈ സംശയത്തിന് പിന്നിലുണ്ട്. ഒന്നാമത്തെ കാര്യം പിണറായി വിജയൻ്റെ നിരന്തരമായ UAE യാത്ര. രണ്ടാമത്തത് എവിടെ പോയാലും UAE ഇറങ്ങിയിട്ടേ പോവുള്ളൂ. ഇത് അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വന്നാലും ശരി തന്നെ, ഇല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോഴായാലും ശരി തന്നെ. മറ്റൊന്ന്, അബുദാബിയിലാണ് പിണറായിയുടെ മകൻ വിവേക് കിരൺ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പിണറായിയുടെ മകളുടെ രഹസ്യ ബാങ്ക് അക്കൗണ്ട് UAE സാധ്യത. കാരണം ദുബായ് ബാങ്ക് പോലുള്ള ബാങ്കുകളിലൊക്കെ ആരെന്ത് നിക്ഷേപിച്ചാലും ഒരു ഡീറ്റെയിൽസ് ഒരു അന്വേഷണ ഏജൻസിയും കൊടുക്കില്ല. അപ്പോൾ രഹസ്യ അക്കൗണ്ട് UAE തന്നെ എന്ന് കരുതുന്നതിൽ തെറ്റുണ്ടോ? സാറിന് എന്താണ് ഇതിൽ അഭിപ്രായം? അതിന് അങ്ങനെ സംശയം തോന്നിക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഇദ്ദേഹം ചികിത്സയ്ക്കെന്ന് പറഞ്ഞ് US എപ്പോഴും പോകാറുണ്ട്. ഒന്നുകിൽ പോകുന്ന വഴിക്കോ അല്ലെങ്കിൽ തിരിച്ചു വരുന്ന വഴിക്കോ അവിടെ ഇറങ്ങും, കുറച്ച് ദിവസം അവിടെ തങ്ങും. അപ്പോൾ അതിന് റീസൺ പറയുന്ന മകൻ അവിടെ ഉള്ളതുകൊണ്ടാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിനപ്പുറം ഇപ്പോൾ ഇവരുടെ അക്കൗണ്ടുകളുടെ ഡീറ്റെയിൽസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചില ആൾക്കാർ സംശയം പറഞ്ഞിരുന്നു. പിന്നെ അതിനിടയ്ക്ക് കേട്ടിരുന്നു അവിടെയുള്ള ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ പെട്ടെന്ന് വിഡ്രോ ചെയ്തതെന്നും കേട്ടിരുന്നു. അപ്പോൾ ഇതിനൊക്കെ കുറേ മിസ്റ്ററീസ്, ദുരൂഹതയുണ്ട്. അപ്പോൾ അവിടുത്തെ ബാങ്കിങ്ങിൻ്റെ സിസ്റ്റം പ്രകാരം നമ്മളിപ്പോൾ സ്വിസ് ബാങ്ക് എന്ന് പറയുന്ന പോലെ തന്നെ അവിടുത്തെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് സാധാരണ രീതിയിൽ പുറത്ത് പോവില്ല, പുറത്ത് കൊടുക്കേണ്ട ആവശ്യം അവർക്കില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഭാരതവും UAE തമ്മിലുള്ള എക്സ്ട്രഡിഷൻ ട്രീറ്റി വളരെ ശക്തമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് EDക്ക് അത് കിട്ടാൻ സാധിക്കും. എന്തായിരുന്നു ട്രാൻസാക്ഷൻസ്, എന്തൊക്കെയാണെന്ന്, എത്ര എമൗണ്ട് ഉണ്ടായിരുന്നു, ട്രാൻസാക്ഷൻ്റെ സ്വഭാവം എന്തായിരുന്നു, അതൊക്കെ അറിയാൻ പറ്റും. അത് തീർച്ചയാണ്. അപ്പോൾ അത് EDയുടെ ഫർദറായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഒക്കെ കഴിയുമ്പോഴായിരിക്കും അതിലോട്ട് വരിക. അവർക്ക് ഓൾറെഡി കുറേ ഡോക്യുമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത്. അതെ. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് ഏതാണെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ UAE പണ്ടത്തെ വ്യത്യസ്തമായിട്ട് ഭാരതം വരുന്ന വെള്ളി കുറ്റവാളികളെ കൈമാറ്റം ചെയ്യുന്ന ഇൻട്രഡിക്ഷൻ ട്രീറ്റി എന്ന് പറയും. അത് വന്നതിന് ശേഷം ഭാരതത്തിൻ്റെ ബന്ധപ്പെട്ട ഏജൻസികൾക്ക് അത് ചോദിക്കാനായിട്ടുള്ള സ്കോപ്പുണ്ട്. ചോദിച്ചാൽ അവർ തരാനും ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ ചോദിച്ചാൽ നമ്മൾ കൊടുക്കണം, ഇവിടെ വന്ന് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് വളരെ സംശയാസ്പദമായിട്ടുള്ളൊരു സംഗതിയാണത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർ ഇൻട്രോഗേഷൻ നീട്ടുന്നത്. അതെ. കഴിഞ്ഞ വെള്ളിയാഴ്ച പോകേണ്ട ആളാണ്, വെള്ളിയാഴ്ച പോയില്ല, സുഖമില്ല എന്ന് പറഞ്ഞു, നീട്ടി. അതിനിടയ്ക്ക് ഞാൻ വരണോ, എൻ്റെ അഡ്വക്കേറ്റ് വന്നാൽ പോലെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതിൻ്റെ സംഭവം വെച്ചാൽ അഡ്വക്കേറ്റിനെ പറഞ്ഞയക്കുമ്പോൾ അയാൾക്ക് തൃപ്തികരമായിട്ട് മറുപടി പറയാൻ അയാളുടെ കൈവശം ഡാറ്റ ഉണ്ടാവില്ല. പലതും അയാൾക്ക്, അല്ലെങ്കിൽ അയാൾക്ക് പേടിയായിരിക്കും പലതും പറയാൻ. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഇത് പ്രൊലോങ് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പോലെ ടൈം ബൈയിങ് എന്ന് പറയില്ലേ, ബൈയിങ് ദ ടൈം. അപ്പോൾ സമയം വാങ്ങി, ഇനി വിലയ്ക്ക് വാങ്ങി ഇതിനെ നീട്ടി കൊണ്ടുപോവുക. അപ്പോൾ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് ഇനി നീട്ടിക്കൊണ്ടുപോകുന്നതിനിടയ്ക്ക് ഇതിനിടയ്ക്ക് എന്തെങ്കിലും മാനിപ്പുലേഷൻ വേഗം ചെയ്യാൻ മറ്റ് രൂപത്തിൽ ചെയ്യാനുള്ള സമയം, നിലവിലുള്ള ഈ സാഹചര്യങ്ങളെ മറികടക്കാനായിട്ട് ആ സമയം ഇതിനിടയ്ക്ക് നേടിയെടുക്കാമെന്നുള്ളൊരു ചിന്തയും കൂടി അവർക്കുണ്ടാവും. അപ്പോൾ ഈ സംശയം പലർക്കും ഉള്ളതാണ്. UAE അല്ലെങ്കിൽ അബുദാബിയിലെ ബാങ്കിലാണ് ഇവരുടെ നിക്ഷേപമുള്ളതെന്നുള്ളത്. പക്ഷേ മകൻ അവിടെ ബാങ്കിലെ ഉദ്യോഗസ്ഥനും കൂടി ആയതുകൊണ്ട് എപ്പോഴും പോയിട്ട് കുറച്ച് ദിവസം നിൽക്കുന്ന മകനെ കാണാൻ വേണ്ടി മാത്രമാണെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കുക. കാരണം എന്താ വെച്ചാൽ UAEയും അബുദാബിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കോ കണ്ണൂരൊക്കെ പോയതിന് അത്ര വലിയ സ്ഥലമൊന്നുമല്ല. അമേരിക്ക പോലെ അത്ര വിഷമമുള്ളതല്ല. 3-3.5 മണിക്കൂറുകൊണ്ട് ഫ്ലൈറ്റിന് എനിക്ക് മകന് ഇവിടെയും വരാം. അവർക്ക് പൈസയ്ക്ക് ക്ഷാമമുള്ളവരൊന്നും അല്ലല്ലോ എയർ ടിക്കറ്റ് വാങ്ങാനായിട്ട്. വന്നു പോവാം. അപ്പോൾ ഇത് കൂടെ ഇങ്ങനെ കാണുന്നു. അമേരിക്കയിൽ പോകുമ്പോൾ അത് പോകണമെന്ന് വരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു ഭരണാധികാരിയെ സംബന്ധിച്ച് ഏറ്റവും അധികം സമയം നാട്ടിലുണ്ടാവുകയാണ് വേണ്ടത്. ചികിത്സയ്ക്ക് പോകേണ്ടി വന്നാൽ പോയിക്കോട്ടെ. പക്ഷെ അത് കഴിഞ്ഞാൽ മാക്സിമം ആവേണ്ടത് സ്വന്തം നാട്ടിലല്ലേ, സ്വന്തം സർക്കാർ സംവിധാനങ്ങൾ റൺ ചെയ്യേണ്ട ആളല്ലേ. അതെ. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഇത്ര തിരക്ക് പിടിച്ച ആളായിട്ടും ഇപ്പോൾ ഈ 22 അദ്ദേഹത്തിൻ്റെ 12 വർഷം തികഞ്ഞതും
നെഹ്റുവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള നെഹ്റുവിൻ്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുകയും ഒക്കെ ചെയ്ത സമയത്ത് നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. പക്ഷെ അത് പല മാധ്യമങ്ങളും അത് ആവർത്തിച്ച് പറഞ്ഞു. അദ്ദേഹം ഇതുവരെ ലീവ് എടുത്തിട്ടില്ല. 2001 ഗുജറാത്ത് CM ആയത് മുതൽ ഒരു ദിവസം പോലും ലീവ് എടുത്തിട്ടില്ല. ഒരു ദിവസം പോലും അല്ലെങ്കിൽ മെഡിസിൻ ബില്ലില്ല, മെഡിക്കൽ ബില്ലില്ല. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ ബില്ലില്ല. ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രധാനമന്ത്രി നയിക്കുന്നതാണ് ഈ രാജ്യം. ആ സമയത്താണ് ഒരു മുഖ്യമന്ത്രി ഇതേപോലെയൊക്കെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി പലതും ചെയ്യുന്നത്. അത് വീണ വിജയൻ്റെ അക്കൗണ്ടിനെ സംബന്ധിച്ച് EDയും CBIയും എല്ലാം വ്യക്തമായിട്ട് SFIO ഒക്കെ ശരിക്കും അന്വേഷിക്കുകയാണെങ്കിൽ ഈ സാധനം പുറത്തു വരും. അത് മാത്രമല്ല സാർ, ഈ ദുബായ് കണക്ഷൻ എന്ന് പറയുന്നത് പിണറായിക്ക് വെറുതെ അങ്ങ് ഉണ്ടായതല്ല. പിണറായിയുടെ ഈ ഡിപ്ലോമാറ്റിക് സ്വർണ്ണക്കടത്തിൽ പിണറായിക്കുള്ള ചില പങ്കിനെ പറ്റിയുള്ള വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് ഒരു പക്ഷേ ഹാനികരമായിരിക്കുന്ന പല കാര്യങ്ങളും അതിന് പിന്നിലുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇതിൻ്റെ അന്വേഷണം വളരെ വേഗത്തിൽ നീങ്ങാത്തത്. അല്ലെങ്കിൽ വളരെ പെട്ടെന്നൊക്കെ പലതും നടക്കേണ്ടതൊക്കെയാണ്. ഈ പിണറായി വിജയൻ അങ്ങനെ ചില ബന്ധങ്ങൾ UAE ഉണ്ട് എന്നൊക്കെ സാധൂകരിക്കുന്നതായിരുന്നു അന്ന് പറഞ്ഞ പല ആരോപണങ്ങളും. നമുക്ക് യുക്തിപരമായി ആലോചിക്കുമ്പോൾ സാധൂകരിക്കപ്പെടുന്നതാണ്. പക്ഷേ അതിൻ്റെ തെളിവുകളോ അതിൻ്റെ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കങ്ങനെ പെട്ടെന്ന് സാധാരണക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ഏതായാലും അതിനകത്ത് ഒരുപാട് നിഗൂഢതകളുണ്ടായിരുന്നു. സ്വർണം കടത്തി എന്നുള്ളത് വാസ്തവമാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാഗമായിരുന്നു. ഇനി മുഖ്യമന്ത്രിക്ക് അതിൽ പങ്കുണ്ടോ എന്നുള്ളത് മാത്രമാണ് തെളിയാൻ ബാക്കിയുള്ള ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും കളമെല്ലാം ഉണ്ട്. ഉണ്ടോ എന്നുള്ളത് ഇല്ലേ എന്നുള്ളത് സമ്മതിച്ചാൽ മാത്രം മതിയാകും എന്നുള്ളത്. ഇത്ര സമുന്നതരായതുകൊണ്ട് മാത്രം ചോദ്യം ചെയ്യപ്പെടാതെയും പിടിക്കപ്പെടാതെയും പോയതാണോ? ഏതായാലും ഈ പറയുന്ന പല കാരണങ്ങൾ വയ്ക്കുമ്പോൾ വീണ വിജയന് ദുബായിൽ തന്നെ ഇല്ലെങ്കിൽ UAE തന്നെ ആയിരിക്കണം അക്കൗണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരുപാട് റീസൺസ് ഉണ്ട്. അതിന് പിന്നിൽ ആവാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് പിടിച്ചടക്കാനോ അല്ലെങ്കിൽ പിടിക്കപ്പെടാനോ ഒക്കെയുള്ള സാധ്യത പിന്നെയും വർദ്ധിക്കുകയല്ലേ? സാധ്യത വർദ്ധിക്കുക, അതിന് സംശയമൊന്നും വേണ്ട. സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ഇനിയും പലതും പുറത്തു വരാനുണ്ട്. അതിനിടയ്ക്ക് ഒരു ഡോളർ കടത്തെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അതും ഇനി പലതും പുറത്തു വരാനുണ്ട്. അപ്പോൾ അത് ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇദ്ദേഹം സാധാരണ വരാത്ത ചിരിയൊക്കെ ചിരിച്ച് അങ്ങനെ അതിനെ തള്ളിക്കളയുന്ന പരിപാടിയാണ് കാണുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ആ കാര്യങ്ങളിൽ ഡിലേ വന്നു. അന്വേഷണങ്ങൾക്ക് വേണ്ടത്ര സ്പീഡ് ഉണ്ടായില്ല. പക്ഷെ അത് വേണ്ടത്ര സ്പീഡിൽ ഇനി അത് ഇഴഞ്ഞു നീങ്ങുന്നതിൽ നിന്ന് മാറി ഇത്തിരി ഫാസ്റ്റായിട്ട് സഞ്ചരിക്കുന്ന പോലെ അതിൻ്റെ കാര്യങ്ങൾ വരികയാണെങ്കിൽ ഈ സംഗതികളൊക്കെ പുറത്തു വരും. അതിന് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. എന്തുകൊണ്ടും സംശയാസ്പദമായ കാര്യങ്ങളിലാണ് നിൽക്കുന്നത്. അതിന് അത് ഇപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അദ്ദേഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ആളായിരുന്നു പി ശിവശങ്കർ അല്ലേ? അപ്പോൾ IAS കാരൻ. അപ്പോൾ അയാൾ ഇത്ര സ്വന്തം മനസാക്ഷി സൂക്ഷിപ്പുകാരൻ അയാളകത്ത് പോയി കിടക്കുക എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരു ബന്ധമില്ല എന്ന് പറയുമ്പോൾ അതിൽ ചില പൊരുത്തക്കേടുകളുണ്ട്. അത് യോജിച്ച് പോകുന്നില്ല. അതുകൊണ്ട് ആ അന്വേഷണങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെയും ഡോളർ കള്ളക്കടത്തിൻ്റെയും അതുപോലുള്ള പല കാരണം ഖുറാൻ കൊണ്ടുവന്നതിൻ്റെയും എല്ലാ പല കാര്യങ്ങളും അതിലൊക്കെ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഇദ്ദേഹം അതിലൊരു പ്രതിയായി മാറും. ഇപ്പോൾ പ്രതി അല്ലെങ്കിലും